ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, ജവഹർലാൽ നെഹ്റുവിൻ്റെ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള ഒരു സ്പീച്ചിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്പീക്കർ നമ്മുടെ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഈവ് ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്, അതായത് ഈ ഒരു പ്രഭാഷണം നടത്തുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു വേളയിലാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ച് നടത്തുന്നത്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ വെച്ചിട്ടാണ് സ്പീച്ച് നടത്തുന്നത്, ന്യൂഡൽഹിയിലുള്ള. ദെൻ ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു മാർക്ക് ഇന്ത്യാസ് ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ് റൂൾ ആൻഡ് ഇൻസ്പയർ സിറ്റിസൺ ഫോർ നാഷണൽ ബിൽഡിംഗ്. അപ്പോൾ ഇന്ത്യയുടെ ഫ്രീഡം, അതായത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുകയാണ്, സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഥവാ നല്ലൊരു നാഷനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള സിറ്റിസൻസിനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്പീച്ച് നടത്തുന്നത്. ദെൻ ഫേമസ് ലൈൻ, അറ്റ് ദി സ്ട്രോക്ക് ഓഫ് ദി മിഡ് നൈറ്റ് ഹവർ വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ അവൈക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. അർദ്ധരാത്രി ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഉറങ്ങുമ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും? ഫ്രീഡത്തിലേക്കും അതുപോലെ തന്നെ ജീവിതത്തിലേക്കും കണ്ണു തുറക്കും, അല്ലേ? ദെൻ അതിലൊരു ഫേമസ് ലൈനാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇതിൽ നിങ്ങളിതെല്ലാം ഉൾപ്പെടുത്തണം. ദെൻ മീനിങ് ഓഫ് ദ ടൈറ്റിൽ നോക്കാം. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. നെഹ്റു സേസ് ദാറ്റ് ഇന്ത്യ ഹാഡ് ലോങ് എഗോ മെയ്ഡ് എ പ്രോമിസ് ടു അച്ചീവ് ഫ്രീഡം ആൻഡ് ദാറ്റ് മൊമെൻറ്റ് ഹാസ് നൗ അറൈവ്ഡ്. നെഹ്റു പറയുകയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഒരു പ്രോമിസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ എന്ത് ചെയ്യും? ഫ്രീഡം നേടിയെടുക്കും. ആൻഡ് ദാറ്റ് മൊമെൻറ്റ് ഹാസ് നൗ അറൈവ്ഡ്. ആ ഒരു മൊമെൻറ്റ് ഇപ്പോൾ വന്നെത്തിയിട്ടുണ്ട്. ദെൻ ഇതിലുള്ള മെയിൻ തീംസാണ് ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി, സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും. ഇൻഡിപെൻഡൻസ് ബ്രിങ് ഡ്യൂട്ടീസ് ടു റിമൂവ് പോവർട്ടി, ഇഗ്നറൻസ് ആൻഡ് ഇനീക്വാലിറ്റി. ഇൻഡിപെൻഡൻസ് നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസ് നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെയുള്ള ദാരിദ്ര്യത്തെ ഇല്ലാതാക്കണം, ഇഗ്നറൻസിനെ ഇല്ലാതാക്കണം, ഇനീക്വാലിറ്റിയെ നമ്മൾ ഇല്ലാതാക്കണം. ദ നാഷണൽ യൂണിറ്റി, ഓൾ ഇന്ത്യൻസ് റിഗാർഡ്ലെസ് ഓഫ് റിലീജിയൻ ഓർ റീജിയൻ ആർ ഈക്വൽ ചിൽഡ്രൻ ഓഫ് ദ മദർലാൻഡ്. ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും റിഗാർഡ്ലെസ് ഓഫ് റീജിയൻ ആർ ഈക്വൽ ചിൽഡ്രൻ ഓഫ് ദ മദർലാൻഡ്. ഈ ഒരു ഇന്ത്യയുടെ മക്കളാണ്, അല്ലേ? അത് ഒന്നിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അത് ഏത് മതമായാലും ജാതിയായാലും നമ്മുടെ ഇന്ത്യയുടെ മക്കളാണ്. അപ്പോൾ ആ രീതിയിൽ പരിഗണിക്കണം. ദെൻ സർവീസ് ടു ദ നാഷൻ, ട്രൂ ഫ്രീഡം മീൻസ് സെർവിങ് ദ മില്യൺസ് ഹൂ സഫർ. ദെൻ ട്രൂ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും സേവനം ചെയ്യുമ്പോഴും മാത്രമാണ് അത് കിട്ടുന്നത്. ഗ്ലോബൽ പീസ് ആൻഡ് കോപ്പറേഷൻ, ഇന്ത്യ ഷുഡ് വർക്ക് വിത്ത് അതർ നാഷൻ ഫോർ പീസ്, ഡെമോക്രസി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യണം? മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സഹകരിച്ച് മുന്നേറണം. സമാധാനത്തിന് വേണ്ടിയിട്ട്, ജനാധിപത്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു നല്ലൊരു സൗഹൃദം എന്നും ഉണ്ടായിരിക്കണം. ദെൻ ട്രിബ്യൂട്ട് ലീഡേഴ്സ് ആൻഡ് മാർട്ടിയേഴ്സ്, അതുപോലെ തന്നെ ഡീപ്പ് റെസ്പെക്ട് ഫോർ മഹാത്മാഗാന്ധി ആൻഡ് ഓൾ ഹൂ ഫോട്ട് ഫോർ ഫ്രീഡം. ഇന്ത്യ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഒരുപാടധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് യുദ്ധങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയൊക്കെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. നോൺ വയലൻസ്, അഹിംസ പോലെയുള്ള മെത്തേഡ്സിലൂടെയാണ് മഹാത്മാഗാന്ധി നമുക്ക് ഫ്രീഡം കൊണ്ടു തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലുള്ള ഒരുപാടധികം മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കെന്നും നമ്മൾ എന്ത് ചെയ്യണം? ട്രിബ്യൂട്ട് നൽകണം, ആദരിക്കണം പറയുകയാണ് അദ്ദേഹം. ദെൻ ഹോപ്പ് ആൻഡ് ഡിറ്റർമിനേഷൻ, ഇൻഡിപെൻഡൻസ് ഈസ് ഓൺലി ദ ബിഗിനിങ്, വി മസ്റ്റ് വർക്ക് ഹാർഡ് ടു മേക്ക് ഇന്ത്യ പ്രോസ്പെറസ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യണം? കഠിനാധ്വാനം ചെയ്ത് ഇന്ത്യയെ എന്നും ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള രാജ്യമായി നമ്മൾ കൊണ്ട് പോകണം. ദെൻ സമ്മറി നോക്കട്ടോ. ഇനി ഇതിൻ്റെ ഹിസ്റ്റോറിക് മൊമെൻറ്റ്, ഇന്ത്യാസ് ലോങ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം ഹാസ് എൻഡഡ്. ഇന്ത്യയുടെ ഒരുപാട് വർഷകാലത്തെ സ്ട്രഗിൾ, അല്ലേ? ഫ്രീഡത്തിന് വേണ്ടിയുള്ള സ്ട്രഗിൾ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. എ ന്യൂ ഇറ ബിഗിൻസ് വെർ ഇന്ത്യ അവൈക്കൻസ് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. ഇനി ഒരു പുതിയ ഇറ തുടങ്ങുകയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ജീവിതത്തിലേക്കും ഫ്രീഡത്തിലേക്കും നമ്മൾ കണ്ണു തുറക്കും. എ കോൾ ടു ഡ്യൂട്ടി, ഇൻഡിപെൻഡൻസ് ഈസ് നോട്ട് ജസ്റ്റ് എ സെലിബ്രേഷൻ ബട്ട് എ കോൾ ഫോർ ഹാർഡ് വർക്ക്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആഘോഷിക്കാനുള്ള ഒരു മൊമെൻറ്റ് മാത്രമല്ല, പക്ഷെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും, അതായത് നല്ലൊരു നാഷനെ ബിൽഡ് ചെയ്യാനും കൂടിയുള്ളൊരു മൊമെൻറ്റാണ്. എവരി സിറ്റിസൺ മസ്റ്റ് ഹെൽപ്പ് റിമൂവ് പോവർട്ടി, ഇഗ്നറൻസ്, ഡിസീസ് ആൻഡ് ഇനീക്വാലിറ്റി. അതുപോലെ തന്നെ എല്ലാ പൗരന്മാരും എന്ത് ചെയ്യണം? ദാരിദ്ര്യത്തെ ഇല്ലാതാക്കണം, ഇഗ്നറൻസ് ഇല്ലാതാക്കണം, ഡിസീസ്, ഇനീക്വാലിറ്റി, ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇല്ലാതാക്കിയിട്ട് നമ്മൾ മുന്നേറണം. ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലീഡേഴ്സ്, ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി റിപ്രസെൻറ്റ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ലീഡേഴ്സ് മസ്റ്റ് വർക്ക് ഹോണസ്റ്റ്ലി ഫോർ ദ കൺട്രീസ് പ്രോഗ്രസ്. എക്സാം ഉണ്ടോ? ശരി. ദെൻ
റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലീഡേഴ്സ്. ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി റെപ്രസെൻറ്റ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ലീഡേഴ്സ് മസ്റ്റ് വർക്ക് ഹോണസ്റ്റ്ലി ഫോർ ദ കൺട്രീസ് പ്രോഗ്രസ്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് എന്താണ്? ആളുകൾ, നമ്മുടെയുള്ള ഇന്ത്യയിലുള്ള ജനങ്ങളെ തിരഞ്ഞെടുത്തിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അത് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ദെൻ ലീഡേഴ്സ് മസ്റ്റ് വർക്ക് ഹോണസ്റ്റ്ലി ഫോർ ദ കൺട്രീസ് പ്രോഗ്രസ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ആളുകൾ എന്ത് ചെയ്യണം? സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യണം നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. ദെൻ ട്രിബ്യൂട്ട് ടു ഗാന്ധി. നെഹ്റു പ്രൈസസ് മഹാത്മാഗാന്ധി ആസ് ദ ഫാദർ ഓഫ് ദ നാഷൻ. അതുപോലെ തന്നെ നെഹ്റു പ്രൈസ് ചെയ്യുന്നുണ്ട് മഹാത്മാഗാന്ധി നമ്മുടെ ഫാദർ ഓഫ് നാഷനാണ്. ദെൻ ഗാന്ധീസ് മെസ്സേജ് ഓഫ് ട്രൂത്ത്, നോൺ വയലൻസ് ആൻഡ് സർവീസ് ഷുഡ് ഗൈഡ് ഫ്യൂച്ചർ ജനറേഷൻ. അതുപോലെ തന്നെ ഗാന്ധിയുടെ മെസ്സേജ് ആയിട്ടുള്ള സത്യം, അഹിംസ, അതുപോലെ തന്നെ സേവനം, ഇതൊക്കെ എന്ത് ചെയ്യണം? ഫ്യൂച്ചർ ജനറേഷനെയും കൂടി ഗൈഡ് ചെയ്യണം. ദെൻ റെസ്പെക്ട് ഫോർ ഫ്രീഡം ഫൈറ്റേഴ്സ്. നെഹ്റു റിമെമ്പേഴ്സ് ദ അൺനോൺ ഹീറോസ് ഹു സാക്രിഫൈസ്ഡ് ദെയർ ലൈഫ്സ് ഫോർ ദ നാഷൻ. അതുപോലെ തന്നെ ഒരുപാട് അറിയപ്പെടാത്ത ഒരുപാട് ഹീറോസ് ഉണ്ട്. അവരവരുടെ ജീവൻ ത്യജിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഫ്രീഡം കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഹോപ്പ് ഫോർ യൂണിറ്റി. ഹി മെൻഷൻസ് ദ പെയിൻ ഓഫ് പാർട്ടീഷൻ യെറ്റ് സ്ട്രെസ്സസ് യൂണിറ്റി അമംഗ് ഓൾ ഇന്ത്യൻസ്. അതുപോലെ തന്നെ പാർട്ടീഷൻ, വിഭജനമുള്ള ഇന്ത്യ, പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് രണ്ട് രാജ്യമായി വിഭജിച്ചതിൽ അദ്ദേഹത്തിന് ഒരുപാടധികം ദുഃഖമുണ്ട്. ദെൻ വി കനോട്ട് എൻകറേജ് കമ്മ്യൂണലിസം ഓർ നാരോ മൈൻഡഡ്നെസ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കമ്മ്യൂണലിസം, വർഗീയവാദവും അതുപോലെ തന്നെ നാരോ മൈൻഡഡ്നെസ്സും ഒന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. ഇന്ത്യ ഷുഡ് ബിക്കം എ പ്രോസ്പെറസ് ഡെമോക്രാറ്റിക് ആൻഡ് ജസ്റ്റ് നാഷൻ. അതുപോലെ തന്നെ ഇന്ത്യ എന്തായിരിക്കണം? ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, ഒരു ജസ്റ്റ് നല്ലൊരു ജനാധിപത്യമുള്ള ഊഷ്മളമായിട്ടുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറണം. ഫ്രീഡം മസ്റ്റ് റീച്ച് എവറി മാൻ ആൻഡ് വിമൺ, റിച്ച് ഓർ പൂർ. ഫ്രീഡം എല്ലാവരിലേക്കും എത്തണം. എന്ത് ചെയ്യണം? ഇന്ത്യയിലുള്ള പാവപ്പെട്ടവനും ദരിദ്രനും എല്ലാവരിലേക്കും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരിലേക്കും എന്ത് ചെയ്യണം? ഫ്രീഡം എല്ലാവരിലേക്കും അത് എത്തണം. എല്ലാവർക്കും അത് അനുഭവിക്കാനായിട്ട് പറ്റണം. ഇന്ത്യസ് റോൾ ഇൻ ദ വേൾഡ്. ഇന്ത്യ മസ്റ്റ് പ്രൊമോട്ട് പീസ്, ഫ്രീഡം ആൻഡ് ഡെമോക്രസി അക്രോസ് ദ വേൾഡ്. ഇന്ത്യ അതുപോലെ എന്ത് ചെയ്യണം? സമാധാനവും ഫ്രീഡവും ഡെമോക്രസിയും ലോകമെമ്പാടും പ്രൊമോട്ട് ചെയ്യണം. ഡെവോഷൻ ടു മദർലാൻഡ്. നെഹ്റു എൻഡ്സ് ബൈ പേയിങ് ഹോമേജ് ടു ഇന്ത്യ, കോളിംഗ് ഹെർ ആൻഷ്യൻ്റ്, എറ്റേണൽ ആൻഡ് എവർ ന്യൂ. ദ സ്പീച്ച് എൻഡ് വിത്ത് എ പാട്രിയോട്ടിക് ക്രൈ, ജയ് ഹിന്ദ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഹോമേജ് കൊടുത്തിട്ടാണ് നെഹ്റു അദ്ദേഹത്തിൻ്റെ സ്പീച്ച് അവസാനിക്കുന്നത്. ദ സ്പീച്ച് എൻഡ് വിത്ത് പാട്രിയോട്ടിക് ക്രൈ, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. ദെൻ ഇതിലുള്ള ഫേമസ് ആയിട്ടുള്ള കോഡ്സാണ് ഇത്, ഒന്ന് നോക്കി വെക്കുക. ഫ്രീഡം അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് ഹവർ, വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ അവൈക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും? ഫ്രീഡത്തിലേക്കും പുതിയൊരു ജീവിതത്തിലേക്കും ഇന്ത്യ കണ്ണു തുറക്കും. ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി. ഫ്രീഡവും അധികാരവും നമുക്ക് എന്ത് നൽകുന്നുണ്ട്? ഉത്തരവാദിത്വവും നൽകുന്നുണ്ട്. ദ സർവീസ് ഓഫ് ഇന്ത്യ മീൻസ് ദ സർവീസ് ഓഫ് ദ മില്യൺ ഹൂ സഫർ. അപ്പോൾ സർവീസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്ത്യയിലുള്ള അതായത് ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാടധികം ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് സർവീസ് ചെയ്യുമ്പോഴാണ്. ദെൻ വി ഹാവ് ടു ബിൽഡ് എ നോബിൾ മെൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ വെർ ഓൾ ഹെർ ചിൽഡ്രൻ മേ ഡുല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു കൊട്ടാരം പണിതെടുക്കണം, ഒരു നോബിൾ ആയിട്ടുള്ള ഒരു കൊട്ടാരം പണിതെടുക്കണം. അവിടെ അതിൽ എല്ലാ മക്കളും, ഇന്ത്യയുടെ എല്ലാ മക്കളും പ്രോസ്പെറസ് ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കണം. ദെൻ ജയ് ഹിന്ദ്. ഇന്ത്യ മുന്നേറണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോഡ്സൊക്കെ എന്ത് ചെയ്യണം? ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇൻ സെൻട്രൽ ഐഡിയ ദ സ്പീച്ച് സെലിബ്രേറ്റ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ആൻഡ് റിമൈൻഡ് സിറ്റിസൺസ് ദാറ്റ് ഫ്രീഡം ഈസ് ഓൺലി ദ ബിഗിനിങ്. അപ്പോൾ എന്താണ് ഈ സ്പീച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്